Hello guys, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ലൈവ് ചാർട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് യൂറോ യുഎസ്ഡിയുടെ 1 ഡേയുടെ ചാർട്ടാണ് ഞാനിപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇനീഷ്യലായിട്ടുള്ളൊരു ഹൈയും ലോയും ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചാർട്ടിൻ്റെ ആ സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ആവുന്നതും സ്ട്രക്ചർ ലോ ബ്രേക്ക് ആവുന്നതും കൺട്രോളിൽ ബയസ് സെലേഴ്സ് വരുന്ന ലോജിക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഹൈ ഉണ്ട്, സ്ട്രക്ചർ ലോ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് മുകളിൽ പോയിട്ട് താഴോട്ട് വന്നിട്ട് താഴ്ന്നിട്ട് മുകളിലോട്ടും പോയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മൾ നോക്കുന്ന പോയിന്റ്സ് എന്താണ്? സ്ട്രക്ചർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ പോയിൻ്റാണ് നമ്മൾ നോക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിക്ക് എടുക്കാൻ ഒറ്റ വിക്കേ ഉള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ വിക്കിലാണ് സെല്ലേഴ്സിൻ്റെ കൺട്രോൾ അല്ലേ. കളർ മാറ്റാം. ഓക്കെ, സെല്ലേഴ്സ് കൺട്രോളിലുള്ള വിക്ക് അവിടെയാണ് അല്ലേ. ആ വിക്കിൽ നിന്നാണ് സെല്ലേഴ്സ് കൺട്രോൾ ഉള്ളത്. ആ ഹൈ മൊത്തം ഈ സെല്ലോടെ സെല്ലാം വന്ന് ആ വിക്കിന്നാണ്. തിരിച്ച് ലോയുടെ കേസ് നോക്കിയാലോ, ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോവസ്റ്റ് ഏരിയയിൽ 1 2 3 4 വിക്കുകളുണ്ട്. ഏറ്റവും താഴത്തെ വിക്ക് ഇതാണ്. നമ്മളെ സംബന്ധിച്ച് ബയേഴ്സ് കൺട്രോളുള്ള സ്ഥലം അവിടെയാണ് അല്ലേ. ഇനി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണമെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻഡിൽ ക്ലോസ് ആണ് അല്ലേ. ഹൈയുടെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ ഹൈ ബ്രേക്ക് ആകത്തുള്ളൂ. ലോയുടെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ ലോ ബ്രേക്ക് ആകത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് മുന്നോട്ട് പ്ലേ ചെയ്യാം. എന്താണ് പ്രൈസ് ചെയ്യുന്നത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പ്രൈസ് മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, നമ്മൾ ഹൈഡ് അവിടെ എത്തി, നമ്മൾ ആ ലൈനിലെത്തി. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു വിക്ക് മാത്രമാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ തന്നെ നമുക്ക് ഈ വിക്ക് ബ്രേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബെയറിഷ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സെല്ലിന് തന്നെ ആയിരിക്കും, സെല്ലേഴ്സ് തന്നെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, കൺട്രോൾ ഉള്ളത് തന്നെ വിചാരിക്കും. ഇതിന് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ് എന്നായിരിക്കും പറയുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗ്രാബുകളെ പറ്റി പഠിക്കും. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഹൈ ഇപ്പോഴും ബ്രേക്ക് ആയിട്ടില്ല. ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് എന്നുള്ളൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കിനി നോക്കാം എപ്പോഴാണ് ബ്രേക്ക് ആവുന്നോ അതോ ബ്രേക്ക് ആവത്തില്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? നമുക്കിവിടെ ഒരു ക്യാൻഡിൽ ബോഡിയോടുകൂടി എവിടെ ക്ലോസ് ചെയ്തു? ആ ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്തു. ഇതോടുകൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പൊ നമ്മൾ ഹൈ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് വരും ട്രെൻഡ് ലൈൻ എടുക്കുന്നു. ആ വിക്ക് മുതൽ ആ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിന്റെ ബോഡി വരെ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? BOS എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു? സെല്ലേഴ്സ് കൺട്രോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? ബയേഴ്സ് ബൈ ഓർഡേഴ്സും ആയിട്ട് വന്നു. അവരെന്ത് ചെയ്തു? ആ സെല്ലേഴ്സിന്റെ താവളം പൊളിച്ചു. ഇപ്പൊ ഇവിടെ ആരാണ് കൺട്രോളിൽ വന്നത്? ഇപ്പൊ ഇവിടെ സെല്ലേഴ്സ് നിന്ന് ബയോസിലോട്ടുള്ള കൺട്രോൾ വന്നു അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം ബൈ സൈഡ് ആയിരിക്കും നോക്കുക, നമ്മൾ ബൈ എടുക്കാനായിരിക്കും നോക്കുക. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടൊരു കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ഹൈ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ടൈം ഈ ഹൈ ബ്രേക്ക് ആയതോടുകൂടി തന്നെ ഓക്കെ നമ്മളെ വിശ്വാസം ഇനി ബയേഴ്സ് ആയിരിക്കും ഈ മാർക്കറ്റ് കൺട്രോളിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ എപ്പോഴും ഒരു ഹൈ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലോ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി. ഓക്കെ, എപ്പോൾ ഒരു ലോ ബ്രേക്ക് ആകുമോ അതിനൊരു ഹൈ ആയിരിക്കും ഉത്തരവാദി. നിങ്ങൾ എപ്പോഴും ആ ഹൈയും ലോയും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ ആണ് ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഉത്തരവാദി. ഓക്കെ, നമുക്കറിയാം ഇനി സ്മാർട്ട് മണി പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും പ്രൊട്ടക്ട് ചെയ്യുക? അവരെടുത്ത ഈ ബയോ ഓർഡേഴ്സ് ആയിരിക്കും അവരെന്ത് ചെയ്യുക? സേവ് ചെയ്യാൻ നോക്കുക. കാരണം അവർ ഒരുപാട് കാശ് ഇറക്കിയാണ് ഈ ബയോ ഓർഡേഴ്സ് മാർക്കറ്റ് ഉണ്ടാക്കിയത് ഈ സെല്ലിനെതിരെ അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ ഓരോ സ്ട്രക്ചർ ഉണ്ടാക്കാനും ഒരുപാട് കാശ് സ്മാർട്ട് മണിക്ക് അല്ലെങ്കിൽ വലിയ വലിയ ബാങ്കുകൾക്ക് നിക്ഷേപിക്കേണ്ടി വരും. അപ്പോൾ ഈ സെല്ലെടുക്കാൻ ഒരുപാട് കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ അതിനെതിരെ ബൈ എടുക്കാനും ഒരുപാട് കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നതാണ് അല്ലെ. അപ്പൊ ഇനി തിരിച്ച് പ്രൈസ് ഇറങ്ങി വന്ന് ഇതിന് താഴേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബൈ എടുത്തേക്ക് നഷ്ടത്തിലാവും. നടക്കൂല എന്നല്ല, പക്ഷെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം സെല്ലേഴ്സിനെയാണ് എടുത്ത് വെളിയിൽ കളഞ്ഞെങ്കിൽ ബയേഴ്സ് അവിടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മളെ സംബന്ധിച്ച് ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇതിന് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയാം, എക്സ്പെക്ടേഷൻ ഓർഡർ ഫ്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ലൈവ് മാർക്കറ്റ് ഇപ്പം ബയേഴ്സ് ആണ് കൺട്രോൾ. ഇനി നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. പ്രൈസ് ഇവിടെ നിന്നു. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോയി.
ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ഹൈ കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആരാണ് കൺട്രോളിലുള്ളത്? ഇപ്പോഴും ബയേഴ്സ് ആണ് കൺട്രോളിൽ. കാരണം നമ്മൾ സെല്ലേഴ്സിന് നേരത്തെ വെളിയിൽ കളഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഹൈയിൽ എന്താണ് സംഭവിച്ചത്? സെല്ലുകളാണ് വന്നു തുടങ്ങി. ഇപ്പോൾ സെല്ലേഴ്സ് കൺട്രോൾ എടുത്തു അല്ലേ? സപ്ലൈ നമ്മൾ കൺട്രോളിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൽ ഓർഡേഴ്സ് ഫില്ലായത്. ഓക്കെ, ഇപ്പോൾ എവിടെ നിന്നാണ് ഫില്ലായത്? ഏറ്റവും ടോപ്പിലെ വിക്കായിരിക്കും ഹൈയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ. സോ അടുത്ത ഹൈയുടെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇതായിരിക്കും. അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഈ ബുള്ളിഷ് ആയിട്ടുള്ള ബയസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യാം? കുത്തനെ താഴേക്ക് ഇറങ്ങി ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബെയറിഷ് ആയിട്ടുള്ള ബയസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നത് നമ്മൾ നോക്കി പോകുന്നു. ഓക്കെ ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചു? നമ്മൾ വീണ്ടും ഹൈ തന്നെ ബ്രേക്ക് ചെയ്തു. ഒരു ഹൈ ഉണ്ടാക്കി ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്ത ഹൈയുടെ ബ്രേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഒരു ഹൈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉത്തരവാദി ആയിരിക്കും? ഒരു ലോ തന്നെ ആയിരിക്കും അല്ലെ? നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ലോ കാണാം അല്ലെ? പ്രൈസ് താഴോട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ലോ ആണ് ഉത്തരവാദി ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ആ ലോയിന്റെ ലോവസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വിക്കാണ് അല്ലേ? സോ ഇവിടെ നിന്നാണ് എന്ത് ചെയ്തത്? ആ ബയോഡേഴ്സ് ഫില്ലായിട്ട് ആ ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, സോ നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്ത് പോകാം. കുറച്ച് സ്ട്രക്ചർ നമുക്കിങ്ങനെ നോക്കാം. ഓക്കെ, വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരാണ് കൺട്രോളിലുള്ള ഈ മാർക്കറ്റ്? നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ബയേഴ്സ് ആണ് ഈ മാർക്കറ്റ് ഇപ്പോൾ ഭരിക്കുന്നത് അല്ലേ? നമ്മൾ ബൈ സൈഡാണ് എടുത്തത്. ഇവിടെ ഈ ആദ്യത്തെ ബ്രേക്ക് നടന്നപ്പോഴേ നമ്മൾ ബൈ സൈഡ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തേനെ? നമുക്ക് നമ്മളെ പ്രോബിലിറ്റി കൂടുതലായിരുന്നു അല്ലേ? നമ്മൾ ജയിക്കാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ നമ്മൾ ബൈ എടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ഓക്കെ, ഇതൊരു ഹൈ ആയിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ ഹൈ നോക്കുമ്പം പ്രൈസ് വന്ന ആ ഒരു ഏരിയ, അതായത് ഇപ്പം നോക്കി നമ്മൾ ഈ വിക്ക് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം പ്രൈസ് മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങിയതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ചില സമയം നമുക്ക് പ്രൈസ് ആക്ഷൻ അത്ര വൃത്തിക്കൊന്നും ചാട്ടി കിട്ടത്തില്ല. നമ്മൾ സ്മാർട്ട് മണി ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക പ്രൈസ് അല്ലെങ്കിൽ മണി, കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഹൈ ആണ്. ഒരു ഹൈ ഉണ്ടെങ്കിൽ അവിടെ കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ സ്മാർട്ട് മണിയുടെ ആ 4 ലോജിക്കിലെ പോയിന്റ് ചിന്തിക്കുക. നമ്മളെ സംബന്ധിച്ച് ഈ ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മാർട്ട് മണിയുടെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈ ആയിട്ട് എടുക്കും. ഇനി ഇത് ബ്രേക്ക് ആവണം അല്ലേ? നമുക്ക് ബ്രേക്ക് ആവണത് നോക്കാം. ബ്രേക്ക് ആവോ ഇല്ലേന്ന്. സോ ഫൈനൽ എന്ത് പറ്റി? ബ്രേക്ക് ആയി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിക്ക് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ റൈറ്റ് സൈഡിലുള്ള വിക്കായിരിക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ആ വിക്ക് ബ്രേക്ക് ചെയ്തു. ബോഡി ബ്രേക്ക് തന്നെയാണ് സംഭവിച്ചത്. അതോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മളെ കൺട്രോള് ഇപ്പോഴും ബയസിന്റെ കയ്യിലാണ്. ഇനി എവിടെ നിന്നാണ് ഈ സെൽ ഓർഡറിന്റെ ഉത്ഭവം? ഓബിയസ്ലി ഇത് ബ്രേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോ ആയിരിക്കും ഉത്തരവാദിത്വം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ലോ ആണ് അല്ലേ? പ്രൈസ് താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോയി. ഈ ലോ ആണ് ഈ ഹൈ ബ്രേക്ക് ചെയ്തതിന്റെ ഉത്തരവാദി അല്ലേ? നമ്മൾ ആ ലോയിൽ കണ്ടുപിടിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ താഴത്തെ ആദ്യത്തെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതുവരെ നമ്മൾ ബയേഴ്സിന്റെ കയ്യിൽ തന്നെയാണ് അല്ലേ? ഒരു മാറ്റം സംഭവിച്ചില്ല. ഇവിടെ നമ്മളെടുത്ത തീരുമാനമാണ് ബൈ എടുക്കണമെന്നുള്ളത്. ഇപ്പോഴും ആരാണ്? ബയേഴ്സ് തന്നെയാണ് ഈ മാർക്കറ്റ് ഇപ്പോഴും ഭരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഹൈ ലോ എന്നുള്ള കാര്യം മാറ്റാം. നിങ്ങൾക്ക് അത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ചാർട്ട് ക്ലീൻ ആയിട്ട് വെക്കാനായിരിക്കും നോക്കുക. സോ നോക്കാം വീണ്ടും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ഹൈ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? പ്രൈസ് മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? വീണ്ടും ഹൈ നോക്കുമ്പോൾ നമ്മൾ ഹയസ്റ്റ് പോയിന്റ് ആയിരിക്കും നോക്കുക. ആ വിക്കുകളിലെ ഏറ്റവും ഹൈ വിക്ക് ഇത് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് മോണിറ്റർ ചെയ്യാം. പ്രൈസ് അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇതേ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. അഥവാ പ്രൈസ് ഇവിടുന്ന് ലോ ബ്രേക്ക് ചെയ്താലോ നമ്മളെ ബയസ് മാറും, നമ്മളെ സെല്ലായിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. പ്രൈസ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിക്ക് മാത്രമാണ് മുകളിലോട്ട് പോയിട്ടുള്ളത് അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഹൈയുടെ ബ്രേക്ക് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാൻഡിലിന്റെ ബോഡി തന്നെ ക്ലോസ് ചെയ്യണം. പക്ഷേ ഈ ഹൈയുടെ മുകളിൽ പ്രൈസ് എന്ത് ചെയ്തില്ല? ക്യാൻഡിൽ കൊണ്ടുപോയില്ല, പകരം വിക്കാണ് ക്ലോസ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും ബുള്ളിഷ് ബയസ് തന്നെ ആയിരിക്കും. ഓക്കെ, ആ വരച്ച 2 ലൈനിൽ ഏതെങ്കിലും ലൈനിൽ നമുക്ക് എന്ത് ചെയ്യണം? ബോഡി ബ്രേക്ക് വേണം. ഇപ്പൊ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി? വീണ്ടും നമ്മൾ എന്ത് തന്നെ ചെയ്തു? ബോഡി ബ്രേക്ക് തന്നെ ചെയ്തു അല്ലെ? സോ വീണ്ടും നമ്മൾ ആ ഒരു എന്താ പറയാ, ബയേഴ്സിന്റെ ആധിപത്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളത് അപ് ട്രെൻഡ് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും നമ്മൾ മുകളിലോട്ട് തന്നെയാണ് പ്രൈസ് പോകുന്നത് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സെല്ലേഴ്സ് ഇതുവരെ കൺട്രോൾ എടുത്തിട്ടില്ല.
ഇവിടം തൊട്ട് നമ്മൾ ഇപ്പം നടന്ന പ്രൈസ് ആക്ഷൻ വരെ നമ്മൾ ബയേഴ്സിൻ്റെ കയ്യിലായിരുന്നു. നമ്മളുടെ നിഗമനങ്ങളൊക്കെ എന്തായിരുന്നു? ബൈ സൈഡ് ആയിരിക്കും പോകുന്നതെന്നുള്ള ആ ഒരു നിഗമനം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് വരികയാണ് അല്ലേ. ഇനി അടുത്ത വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ബ്രേക്ക് ആവണമെങ്കിൽ ഒരു ലോ ആയിരിക്കും ഉത്തരവാദി. ഈ ലോ അല്ല ഇനി ഉത്തരവാദി, കാരണം ഈ ലോ ഈ ഹൈ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഒരു പുതിയ ലോ ആയിരിക്കും ഈ ഹൈ ബ്രേക്ക് ചെയ്തത്. എങ്ങനെ മനസ്സിലാക്കാം? തിരിച്ച് എപ്പോൾ ബ്രേക്ക് നടന്ന ആ ബ്രേക്ക് നടന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് നോക്കിയാൽ മതി. എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ എപ്പോഴും എളുപ്പവഴി ചിന്തിക്കുകയാണെങ്കിൽ ബ്രേക്ക് നടന്ന ഹൈയും ബ്രേക്ക് ചെയ്ത ക്യാൻഡലിലും നിങ്ങളൊരു ബോക്സ് എടുത്ത് വരയ്ക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനൊരു ബോക്സ് വരയ്ക്കാം, എന്നിട്ട് താഴോട്ടാക്കാം. ആ ബോക്സിൻ്റെ അകത്തുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ ലോ. അത്ര തന്നെ. ഇവിടെ നോക്കണമെങ്കിൽ ഈ ബോക്സിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആ വിക്കാണ്. അത് തന്നെയാണ് നമ്മളെ ഉത്തരവാദിയായ ലോ. ഓക്കെ, എന്ത് ചെയ്യുക? അതങ്ങൾ വരയ്ക്കാം. ഇപ്പോഴും ബയേഴ്സ് തന്നെയാണ് കൺട്രോൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പ്രൈസ് എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ആകുമോ? വീണ്ടും നോക്കിയാൽ നമുക്ക് അടുത്ത ഹൈ കിട്ടിയിട്ടുണ്ട് അല്ലേ. അടുത്ത ഹൈ ഇതാണ്. ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈസ് ബെയറിഷ് ആവാൻ തീരുമാനിച്ചെങ്കിൽ പ്രൈസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഹൈ തന്നെ ബ്രേക്ക് ചെയ്തു അല്ലേ. സോ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്ഷൻ ഫോളോ ചെയ്ത് പോവുക നമ്മൾ മാർക്കറ്റിൽ. ഓക്കെ, അത് ഏത് ടൈം ഫ്രെയിം ആയിരുന്നാലും. ഓക്കെ, സോ ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഹൈ ബ്രേക്കായി. ഇപ്പോൾ ഈ ഹൈ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു ലോ ആയിരിക്കും ഉത്തരവാദി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടുപിടിക്കുക എളുപ്പ വഴി എന്ത് ചെയ്യുക? ബ്രേക്ക് ആയ ഹൈയും ബ്രേക്ക് ചെയ്ത ക്യാൻഡലും തമ്മിൽ ഒരു ബോക്സ് എടുക്കുക, വരയ്ക്കുക. ഇതിലേറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ ലോ. ഇവിടെ കാണാൻ പറ്റിയ ആ ലോ. ഓക്കെ, സോ ഈ ലോ ആണ് ആ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഉത്തരവാദി. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഹൈ കിട്ടി അല്ലേ. ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോഴും എന്താവും? ബുള്ളിഷ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം ഇത് എത്ര നേരം നമ്മൾ ബുള്ളിഷായിട്ട് പോകും നോക്കാം അല്ലേ. വീണ്ടും നമുക്ക് ബ്രേക്ക് ചെയ്തു അല്ലേ. നമ്മൾ ബുള്ളിഷായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചാർട്ടിൽ. വീണ്ടും ഈ ബ്രേക്ക് ഉണ്ടാക്കിയതിന് കാരണം ഒരു ലോ ആയിരിക്കും. നമുക്കറിയാം അത് ഈ ലോ ആണെന്ന്. കണ്ടോ, നമ്മൾ താഴെ തുടങ്ങിയാണ് ഇതുവരെ നമ്മൾ ഡയറക്ഷൻ മാറിയിട്ടില്ല അല്ലേ. നമുക്ക് ചാർട്ടിൽ നമ്മൾ കാണുന്ന സത്യം ചാർട്ടിൽ നോക്കി പോകുന്നു, അത്ര തന്നെ. ഓക്കെ, പ്രൈസ് പുതിയ ഹൈ എപ്പോൾ തരുമെന്ന് നോക്കാം നമുക്ക്. പ്രൈസ് നല്ല രീതിക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. ഫൈനലി നമുക്ക് ആ ഹൈ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ഹൈ നമുക്ക് എവിടെ കിട്ടി? ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ ആ ഹൈ ബ്രേക്ക് ആവണം. ഓക്കെ, താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, എന്ത് പറ്റിയില്ല? പ്രൈസ് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഡിമാൻഡ് വളരെയധികം കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്ത്? വീണ്ടും ഒരു ഹൈ തന്നെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലേ. നമ്മൾ പ്രൈസിനെ നമ്മൾ ഫോളോ ചെയ്ത് പോവാം. നമ്മളൊന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല, പ്രൈസിനെ ഫോളോ ചെയ്ത് പോകുന്നു. ബോഡി ബ്രേക്കോടുകൂടി വീണ്ടും ക്ലോസ് ആയി. വീണ്ടും ആരാണ് കൺട്രോൾ? ഈ മാർക്കറ്റ് ഡിമാൻഡ് തന്നെയാണ് എപ്പോഴും കൺട്രോൾ അല്ലേ. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം ഈ ലോ ആയിരിക്കും. നമുക്കറിയാം ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് അതാണ്. ഇത് നമുക്ക് മാറ്റാം. ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് ഫേസാണ്. നമ്മൾ ബൈ അല്ലാതെ മാർക്കറ്റ് വേറെ ഒന്നും എടുക്കാൻ നോക്കുന്നില്ല അല്ലേ. കാരണം മാർക്കറ്റ് പറയുന്നത് ബെയറിഷാണ്. വീണ്ടും ഒരു ഹൈ കിട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ഹൈയുടെ മുകളിൽ ബോഡി ക്ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പം എങ്ങനെ നിൽക്കുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് മാറ്റമില്ല. ഓക്കെ ഓക്കെ ഫൈനലി എന്ത് ചെയ്തു? നമ്മൾ ലോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോ നമ്മൾ എന്ത് ചെയ്തു? ബോഡി ബ്രേക്ക് തുടങ്ങി. അതോടുകൂടി നമ്മൾ എന്തായിട്ട് മാറും? മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ഇത്രയും നേരം മാർക്കറ്റ് ഹൈ ആണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു? ബോഡി ബ്രേക്കോടുകൂടി ലോ ബ്രേക്ക് ചെയ്തു. നമ്മളെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും? നമ്മൾ ആ ലോ ബ്രേക്കിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുക്കും. സോ ഈ ബോഡി ബ്രേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ഇപ്പം നമ്മൾ കൺട്രോൾ മാറി അല്ലേ. ബയേഴ്സ് എന്ന് സെല്ലേഴ്സിലോട്ട് കൺട്രോൾ വന്നു. ഈ ലൈൻ നമ്മൾ നോക്കുന്നില്ല. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാണോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹൈ നോക്കി അതുപോലെയാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ്? ഇവിടെ വന്ന സെല്ലേഴ്സിന്റെ ആധിപത്യമാണ്. ഇപ്പൊ നമ്മൾ ബയേഴ്സ് എന്ന സെല്ലേഴ്സിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. എവിടെ നിന്നാണ് സെൽ ഓർഡേഴ്സ് തുടങ്ങിയത്? എളുപ്പവഴി ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ ആ സ്ഥലവും ആ ക്യാൻഡിലും തമ്മിൽ ബോക്സ് എടുക്കുക. ഇപ്പൊ ലോ ആണ് ബ്രേക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ നീളത്തിൽ മുകളിലോട്ട് നിങ്ങൾ ബോക്സ് എടുക്കുക. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിരിക്കും നിങ്ങളെ സ്വിംഗ് ഹൈ. ഓക്കെ, അപ്പോൾ അതേതാണ് സ്ഥലം? ഇതാണ് നിങ്ങളെ ഹയസ്റ്റ് പോയിന്റ്. സോ അവിടെ നിന്നാണ് ഈ സെൽ ഓർഡേഴ്സ് ഇറങ്ങി വന്നിട്ടുള്ളത്. സോ അത് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ഇപ്പൊ കറന്റ് ഉള്ള പ്രൈസ് ആക്ഷനിൽ നമ്മൾ ബെയറിഷ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നു. പ്രൈസ് എന്ത് ചെയ്തു?
ഓക്കെ, നമുക്ക് ക്ലീൻ ആയിട്ടുള്ള അടുത്തൊരു ലോ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം അടുത്ത ലോ ഇതാണ്. പ്രൈസ് ഇത് ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഈ ബെയറിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലിന്റെ ആധിപത്യം നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ മുകളിലത്തെ ഹൈ ബ്രേക്ക് ആവണം, അല്ലെങ്കിൽ താഴത്തെ ലോ ബ്രേക്ക് ആവണം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. പ്രൈസ് ഇപ്പോൾ ഇവിടെ എല്ലാം കിടന്ന് ഒരുപാട് കറങ്ങുന്നുണ്ട് അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ബെയറിഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ ബുള്ളിഷ് തന്നെ ആയിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ അകത്ത് വേറെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷേ എന്ത് പറ്റി, പ്രൈസ് എന്ത് ചെയ്തു, വീണ്ടും ഹൈ തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബയസ് വീണ്ടും ഷിഫ്റ്റായി, നമ്മൾ എന്തായിട്ട് മാറും, ബുള്ളിഷ് ആയിട്ട് മാറും. നമ്മൾ വീണ്ടും ഈ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും കിട്ടി. വീണ്ടും ക്വസ്റ്റ്യൻ എന്താണ്, ഹൈ ആണ് ബ്രേക്ക് ആയത്. അപ്പം എന്തായാലും ഒരു ലോ ആയിരിക്കും കൺട്രോളിൽ വന്നിട്ടുണ്ടാവുക. എങ്ങനെ കണ്ടുപിടിക്കാം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ സ്ഥലവും ആ ഹൈയും ആ ക്യാൻഡിലും തമ്മിൽ സെലക്ട് ചെയ്യുക. ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്തായിരിക്കും, നിങ്ങളെ ലോ ആയിരിക്കും. സോ ഈ നടന്ന ഓവറോൾ പ്രൈസ് ആക്ഷൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതാണ്, ഇതല്ല ഇതുമല്ല, ആ വിക്ക് ആണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, അതായിരിക്കും നിങ്ങളെ ലോ. ഓക്കെ, സോ ഇനി പ്രൈസ് എന്ത് ചെയ്യണം, പ്രൈസിനെ അതിന് താഴെ പോയാലേ നമ്മൾ ഇനി ബെയറിഷ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഓബിയസ്ലി നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് സ്വന്തം ചാർട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഞാനിതിപ്പം മാറ്റാം. ഓക്കെ, നമുക്ക് എനിക്ക് കളയാം. ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയുക, ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് ചെയ്യാം. ഓക്കെ, ഇത് എത്താണ്, ഓക്കെ 20th മാർച്ച്, മാർച്ചിൻ്റെ മാസം. ഓക്കെ, ആ കാണുന്ന ഹൈ, ഈ കാണുന്ന ലോ നിങ്ങൾ ഇനീഷ്യൽ ഹൈ ലോ ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഈ ഒരു സമയം തൊട്ട് ഇപ്പോൾ ഉള്ള കറണ്ട്ലി ഉള്ള പ്രൈസ് ആക്ഷൻ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡെയിലിയുടെ ചാർട്ടാണ്. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് അത് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, ഡെയിലി പോവുക, സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ആകുമ്പോൾ സ്ട്രക്ചർ ഹൈയുടെ ബ്രേക്ക് മാർക്ക് ചെയ്യുക, ലോ ബ്രേക്ക് ആകുമ്പോൾ ലോ ബ്രേക്ക് മാർക്ക് ചെയ്യുക. ഏതുവരെ മാർക്ക് ചെയ്യുക, കറണ്ട്ലി ഉള്ള പ്രൈസ് ആക്ഷൻ വരെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ഗോ ത്രൂ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. നിങ്ങൾക്കത് ഫോളോ ചെയ്ത് വരാം. എന്നിട്ട് നിങ്ങൾ ചെയ്ത തെറ്റും ശരികളൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷനും സപ്ലൈ ഡിമാൻഡിൻ്റെ കാര്യമെല്ലാം ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.